Bismillahirrahmanirrahim. Solving equations having the variable on both sides. രണ്ട് സൈഡിലും വേരിയബിൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സൈഡിൽ വേരിയബിൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പഠിച്ചു. ഇനി രണ്ട് സൈഡിലും വേരിയബിൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തുള്ള എക്സ്പ്രഷൻ്റെ ഈക്വാലിറ്റി ആണല്ലോ. അപ്പോൾ നോക്കാം, 2x-3 ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ അവിടെ 2x-3 എന്നുള്ള ഒരു എക്സ്പ്രഷനും ഉണ്ട്, a പറഞ്ഞൊരു എക്സ്പ്രഷനും ഉണ്ട്. അപ്പോൾ അധിക എക്സാമ്പിളുകളിലും ഈ സംഗതി RHS ഒരു ഭാഗത്ത് നമ്പറായിട്ടും മറ്റേ ഭാഗത്ത് വേരിയബിളായിട്ടാണ് വരല്. പക്ഷേ പല സമയത്തും ഇങ്ങനെ രണ്ട് ഭാഗത്തും വേരിയബിളുകളായിട്ട് വരാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ LHS ഇവിടെ 2x-3 ഈ ഉദാഹരണത്തിൽ. അതുമാതിരി തന്നെ RHS x+2 ആണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. 2x-3 ഈക്വൽ ടു ആണല്ലോ x+2 എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ഈ -3 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ, അതായത് നമ്പറുകളിലൊക്കെ ഒരു ഭാഗത്താക്കണം എന്നുള്ള പഴയ നിയമം എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ -3 ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അത് ഇവിടെ +3 ആകും. അപ്പോൾ ഇവിടെ 2x മാത്രം ബാക്കി ഉണ്ടാവുള്ളൂ ഈ ഭാഗത്ത്. അപ്പോൾ 2xക്ക് പിന്നെ ഈ ഒരു എക്സ് ഇങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ 2x ഒരു ഇവിടെ +x ആയതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് ഇടുമ്പോൾ -x ആകും. അപ്പോൾ 2x ഒരു x കുറച്ചാൽ എത്ര? ഒരു x ഉണ്ടാകും. 2x - x എന്ന് പറഞ്ഞാൽ 2x - ഒരു x എന്നാണ്. ഓക്കെ, അപ്പോൾ 2x ഒരു x കുറച്ചാൽ ബാക്കി ഒരു x ഉണ്ടാവുക. അപ്പോൾ ബാക്കി ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? 5. 5 ഇവിടെ ഉണ്ടാവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 ആണ്. അതുപോലെ അപ്പോൾ വളരെ സുഖമാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് രണ്ട് ഭാഗത്തു നിന്നും ഇവിടെ എന്ത് ചെയ്തേക്കാണ്, എക്സ് കുറച്ച് രണ്ട് വഴികളിൽ നമുക്ക് ചെയ്യാം ഇത്. അതായത് ഒന്ന്, ഇവിടെ രണ്ട് ഭാഗത്തുനിന്ന് ഒരു എക്സ് കുറച്ചാൽ മതി. ഇവിടുന്ന് ഒരു എക്സ് കുറയ്ക്കുക, ഇവിടുന്ന് ഒരു എക്സ് കുറയ്ക്കുക. നമ്മൾ ഈ ട്രാൻസ്പോസ് ചെയ്യുന്ന അതേ സംഗതി തന്നെ രണ്ട് ഭാഗത്തും ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഇവിടെ 2x ഇവിടെ +3 എന്നുള്ള നമ്മളിങ്ങോട്ട് മാറ്റിയിട്ടേക്കാണ്. അതിന് പകരം ഇവിടെ -3 എന്നുള്ളതിന് പകരം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു +3 ഇട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ ഇവിടെ ഒരു +3 ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഉള്ള +3 ഇവിടെ -3ക്ക് +3 കൂട്ടിയാൽ 0 ആകും. പിന്നെ ഇവിടെ +3 അവിടെ അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ 3 2 5 ആകും. അപ്പോൾ അങ്ങനെ എല്ലാ സമയത്തും ചെയ്യാൻ രണ്ട് ഭാഗത്ത് രണ്ട് ക്രിയ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സാധാരണ ട്രാൻസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ കണക്കുകളിലൊക്കെ ഒരു സബ്ട്രാക്റ്റിംഗ് എക്സ് ഫ്രം ബോത്ത് സൈഡ് അങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ട് ഭാഗത്തുനിന്ന് കുറച്ചാലും കണക്കാണ്, അതേമാതിരി തന്നെ ട്രാൻസ്പോസ് ചെയ്താലും ഈക്വൽ ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, സോൾവിങ് 5x + 7/2 ഈസ് ഈക്വൽ ടു 3/2x - 14. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർ രണ്ട് ഭാഗത്തും 2 കൊണ്ട് ഗുണിച്ചാൽ മതി. കാരണം ഇവിടെ രണ്ട് ഭാഗത്ത് 2ആയിട്ട് ഹരിക്കാനുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്ത് 2 കൊണ്ട് ഗുണിച്ചാൽ നോക്കുക, 2 ഇൻറ്റു ഈ ഭാഗം ഗുണിക്കണം. അതായത് 5x + a/2. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഗുണിക്കുക. അപ്പോൾ 2 ഇൻറ്റു 3/2x - 4. അപ്പോൾ RHSഉം LHSഉം 2 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. അപ്പോൾ ഗുണിക്കുമ്പോൾ മൊത്തത്തിലാണ് ഗുണനം വരിക. അപ്പോൾ 2 വലിയ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്യണം. അപ്പോൾ എന്തിനാണ് ഇവിടെ 2 കൊണ്ട് ഗുണിക്കണമെന്ന് വെച്ചാൽ ഇവിടെ 2 ഇവിടെ ഹരിക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും മേലേക്ക് ഹരിക്കുമ്പോൾ 2 പോയി കിട്ടിക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സാധാരണ ഫ്രാക്ഷനായിട്ട് വരുമ്പോൾ അത് ഡിനോമിനേറ്റർ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഗുണിക്കാറ് എന്നർത്ഥം. അപ്പോൾ നോക്കി, 2 ഇൻറ്റു 5x അല്ലേ, 2 ഇവിടെ 2 എല്ലാത്തിനായിട്ട് ഗുണിക്കണം. അപ്പം 5നായിട്ട് ഗുണിക്കണം, അതേമാതിരി തന്നെ a/2 ആയിട്ട് ഗുണിക്കണം. അപ്പോൾ 2 ഇൻറ്റു 5x + 2 ഇൻറ്റു a/2 ഈ ഭാഗത്തുള്ളത് അത് തീരുമാനമായി. ഇനി ഈ ഭാഗത്തുള്ളത് 2 ഇൻറ്റു 3/2x -2 ഇൻറ്റു -2 ഇൻറ്റു 14. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് പുറത്തേക്ക് ഇട്ടുകയാണ് ഏതായാലും. ഇനി അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 5x 10x ആണ്. അതുപോലെ തന്നെ 2 ഇൻറ്റു a/2 എന്ന് പറഞ്ഞാൽ ഈ 2 ഇങ്ങനെ വെട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ മേലെ അടിയിൽ 2 ആകുമ്പോൾ നേരെ വെട്ടിയാൽ ബാക്കി a മാത്രം അവശേഷിക്കും.
അതുപോലെ തന്നെ ഇവിടെ 3x മാത്രം, 2ന് വെട്ടിയാൽ 3x മാത്രം അവശേഷിക്കും, -28. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളാക്കി അതിനെ കൊണ്ടുവന്നു, 2 കൊണ്ട് 2 ഭാഗത്തും ഗുണിച്ചത് കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് വളരെ സുഖമാണ്. ഇവിടെ 10x + 7, പിന്നെ ഈ ഭാഗത്ത് 3x - 28 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 3xനെ ഇങ്ങോട്ട് കൊണ്ടുവരും, അവിടെ +3x എന്നുള്ളത് -3x എന്നാകും. അപ്പോൾ ax 10x - 3x = ax. അപ്പോൾ ax + a ആണ് എന്ത്, -28. അപ്പോൾ ഈ +a ഇങ്ങോട്ട് കൊണ്ടുവരാം, അതൊക്കെ ആദ്യം ചെയ്യുക അവസാനം ചെയ്യുക കണക്കാണ്. ആ 28നെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ -28 - a -35 ആണ്. അപ്പോൾ ax = -35 ആകുമ്പോൾ x -5 ആണ്. അപ്പോൾ ഇത് വളരെ സുഖമുള്ള കണക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എല്ലാ എക്സസൈസും വളരെ സിമ്പിളായിട്ട് എല്ലാവരും ചെയ്യുക. സംശയമുള്ളത് ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.